അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇതാണ്, ഡിക്ഷണറി എന്താണെന്നുള്ളതാണ്. അത് ഒരു അൺഓർഡേർഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് ആണ്. അൺഓർഡേർഡ് ആയതുകൊണ്ട് ഒരു ഇൻഡെക്സ് ഉണ്ടാവില്ല. ഇൻഡെക്സ് കൂടെ നമ്മൾ കൊടുക്കണം. ആ ഇൻഡെക്സിനെയാണ് നമ്മൾ കീ എന്ന് പറയുന്നത്. ഇതിന്റെ സിൻടാക്സ് ഇങ്ങനെയാണ്: ഡി ഈക്വൽ ടു കേർലി ബ്രാക്കറ്റിൽ ആദ്യം നമ്മൾ കീ കൊടുക്കണം, എന്നിട്ട് കോളൻ ഇട്ടിട്ട് വാല്യൂ കൊടുക്കണം, കോമ, അങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആണ് ഇവിടെ കൊടുത്തത്. ഇത് അൺഓർഡേർഡ് ആണ്, യുണീക്ക് ആയിരിക്കണം, അതായത് കീ 2 തവണ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. ഇവിടെ എ എന്നുള്ള ഒരു കീ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും എ എന്നുള്ള ഒരു കീ കൊടുക്കാൻ പാടില്ല. അത് യുണീക്ക് ആയിരിക്കണം. പിന്നെ ഇത് മ്യൂട്ടബിൾ ആണ്, മ്യൂട്ടബിൾ അല്ല, അതായത് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇതിലുള്ള കീയും വാല്യൂസും ചേഞ്ച് ചെയ്യാനും ആഡ് ചെയ്യാനും റിമൂവ് ചെയ്യാനും ഒക്കെ പറ്റും. അതാണ് ഡിക്ഷണറിയുടെ പ്രോപ്പർട്ടീസ്. ഒരു എക്സാമ്പിൾ ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത് ജി എന്ന് പറഞ്ഞ ഒരു ഡിക്ഷണറി ഡിഫൈൻ ചെയ്തു. അത് കേർലി ബ്രാക്കറ്റിൽ ആദ്യം കീ കൊടുക്കുന്നു, ഫുഡ് എന്ന ഒരു കീ, അതിന്റെ വാല്യൂ ആണ് ഐസ്ക്രീം എന്ന് കൊടുത്തിരിക്കുന്നത്, കോമ ക്വാണ്ടിറ്റി എന്നുള്ളൊരു കീ കൊടുത്തു, അതിന്റെ വാല്യൂ 4. പിന്നെ ഫ്ലേവർ എന്നൊരു കീ കൊടുത്തു, അതിന്റെ വാല്യൂ വാനില എന്ന് കൊടുത്തു. അപ്പോൾ ഇങ്ങനെയുള്ള കേസുകളാണ് ഈ ഡിക്ഷണറി ഉപയോഗിക്കുക. അതായത് ഇപ്പോൾ ഒരു ഒബ്ജക്റ്റിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യണം, സേവ് ചെയ്ത് വെക്കണമെങ്കിൽ ഒരു ഡിക്ഷണറി ആയിട്ട് സേവ് ചെയ്ത് വെക്കാം. വേറൊരു എക്സാമ്പിൾ പറഞ്ഞ ഇപ്പോൾ ഒരാളുടെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്ത് വെക്കണം. അപ്പൊ നമുക്കൊരു കീ കൊടുക്കാം, നെയിം എന്ന് കൊടുത്തിട്ട് പേര്, എന്നിട്ട് എന്തെങ്കിലും ഐ ഡി നമ്പർ കൊടുക്കാം. പിന്നെ ജോബ് എന്നുള്ളൊരു കീ കൊടുത്തിട്ട് ജോബ് എന്താന്ന് കൊടുക്കാം. പിന്നെ അങ്ങനെ ഏജ് എന്നുള്ളൊരു കീ കൊടുത്തിട്ട് ഏജിന്റെ നമ്പർ കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഒരു ഒബ്ജക്റ്റിനെ കുറിച്ചോ ഒരു വസ്തുവിനെ കുറിച്ചുള്ള അതിന്റെ പ്രോപ്പർട്ടീസ് എല്ലാം കൂടെ ഒരുമിച്ച് കളക്ട് ചെയ്ത് വെക്കുന്നതിനാണ് നമ്മൾ ഡിക്ഷണറി എന്ന് പറയുന്നത്. അതിനാണ് ഡിക്ഷണറി കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ കേസിൽ നമ്മൾ ഒരു ഫുഡ് ഐറ്റത്തിന്റെ പ്രോപ്പർട്ടീസ് അതിനെക്കുറിച്ച് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് ഒരു ഡിക്ഷണറി ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ ഫുഡ് ഐസ്ക്രീം ആണ്, അത് എത്ര ക്വാണ്ടിറ്റി, നമുക്കൊരു കടയിലൊക്കെ ചെന്നിട്ട് വാങ്ങിക്കുമ്പോൾ എത്ര ക്വാണ്ടിറ്റി വാങ്ങിച്ചു, അത് അതിന്റെ ഫ്ലേവർ, അങ്ങനെയാണ് ഇത് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഇവിടെ കീ എന്ന് പറയുന്ന ഫുഡാണ്. ലിസ്റ്റിലൊക്കെ ഇൻഡെക്സിന് പകരം ആണ് ഇവിടെ കീ ഉപയോഗിക്കുന്നത്. അപ്പോൾ ലിസ്റ്റിൽ L of 0 എന്ന് കൊടുക്കുമ്പോൾ 0th ഇൻഡെക്സിലെ ക്വാണ്ടിറ്റി പ്രിന്റ് ചെയ്ത് അതിന്റെ വാല്യൂ പ്രിന്റ് ചെയ്ത് കിട്ടും. ഇവിടെ അതിന് പകരം നമ്മൾ G of സ്ക്വയർ ബ്രാക്കറ്റിൽ കീ ആണ് കൊടുക്കേണ്ടത്. ഏത് കീയോട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന വാല്യൂ ആണോ നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടേണ്ടത്, ആ കീ ആണ് അവിടെ കൊടുക്കേണ്ടത്. ഇത് റൺ ചെയ്ത് നോക്കാം. ഇത് റൺ ചെയ്യുമ്പോൾ എന്തായിരിക്കും കിട്ടേണ്ടത്? ഫുഡിന്റെ കീയുടെ കൂടെ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന എന്താണ്? ഐസ്ക്രീം എന്ന് പറഞ്ഞ വാല്യൂ ആണ്. ഇത് പ്രിന്റ് ചെയ്യുമ്പോൾ ഐസ്ക്രീം എന്ന് കിട്ടും. ഇവിടെ ക്വാണ്ടിറ്റി എന്നാണ് പ്രിന്റ് ചെയ്യുന്നതെങ്കിൽ എന്ത് കിട്ടും? 4 എന്ന് കിട്ടും. ഫ്ലേവർ എന്നാണ് പ്രിന്റ് ചെയ്യുന്നതെങ്കിൽ വാനില എന്ന് കിട്ടും. അതുപോലെ തന്നെ ഇത് മ്യൂട്ടബിൾ ആയതുകൊണ്ട് നമുക്ക് ചേഞ്ചസ് വരുത്താൻ പറ്റും. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുകയാണ്, ജി ക്വാണ്ടിറ്റി പ്ലസ് ഈക്വൽ ടു 1. പ്ലസ് ഈക്വൽ ടു എന്താണെന്ന് ഇന്നലെ നമ്മൾ പറഞ്ഞാണ്. പ്ലസ് ഈക്വൽ ടു എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ജി ഓഫ് ക്വാണ്ടിറ്റി ഈക്വൽ ടു ജി ഓഫ് ക്വാണ്ടിറ്റി പ്ലസ് 1. അതിന്റെ ചുരുക്കമാണിത്. ജി ഓഫ് ഇപ്പോൾ എക്സ് പ്ലസ് ഈക്വൽ ടു 1 എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 എന്നാണ്. അതിന്റെ ചുരുക്കി എഴുതുന്നതാണ് എക്സ് പ്ലസ് ഈക്വൽ ടു 1 എന്നുള്ളത്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ ക്വാണ്ടിറ്റി എന്ന കീയോട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന വാല്യൂവിന്റെ കൂടെ 1 ആഡ് ചെയ്യും. റൺ ചെയ്ത് കഴിഞ്ഞാൽ 1 ആഡ് ചെയ്തു. ഇനി എന്ത് ചെയ്തു? ഇത് പ്രിന്റ് ചെയ്താൽ ജി ഓഫ് ക്വാണ്ടിറ്റി ഞാൻ പ്രിന്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. പ്രിന്റ് ചെയ്ത് എന്ത് കിട്ടും? 5 എന്നാണ് കിട്ടേണ്ടത്. ഇത് 2 തവണ ഞാൻ ക്ലിക്ക് ചെയ്തു. റണ്ണ് 2 തവണ ഞാൻ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് 6 ആയത്. ഇത് ഒന്നുകൂടെ റൺ ചെയ്യുകയാണെങ്കിൽ അത് 7 ആവും. കണ്ടോ? അപ്പോൾ ഒരു ക്വാണ്ടിറ്റി, ഒരു കീയോട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന വാല്യൂ നമുക്ക് ചേഞ്ച് വരുത്താൻ പറ്റും ഡിക്ഷണറിയിൽ.
പിന്നെ അതുപോലെ തന്നെ ഡിക്ഷണറിയിൽ ഉപയോഗിക്കുന്ന കുറച്ച് ഓപ്പറേഷൻസ് ആണ്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻസ് ഇപ്പോൾ ഒരു ഡി നമ്മൾ ഡിഫൈൻ ചെയ്ത ഒരു ഡിക്ഷണറി, ആ ഡിക്ഷണറിയുടെ കീസ് മാത്രമായിട്ട് എടുത്തിട്ട് നമുക്കൊരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്പറേഷനാണ് ഇത്. ഡി ഡോട്ട് കീസ് എന്ന് എഴുതിയിട്ട് റൗണ്ട് ബ്രാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഈ ഡിക്ഷണറിയിൽ ഉള്ള കീ വാല്യൂ പെയറിൽ കീ മാത്രം എടുത്ത് ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ആവും. ഇപ്പോൾ ഡി എന്നുള്ള ഈ ഡിക്ഷണറിയിലെ കീസ് മാത്രമായിട്ട് എടുത്ത് ഒരു ലിസ്റ്റ് ആക്കി അത് കേസ് എന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ആവും. ലിസ്റ്റ്. എന്നിട്ട് ഈ ലിസ്റ്റിനെ നമുക്ക് സോർട്ട് ചെയ്യാൻ പറ്റും. സോർട്ട് ചെയ്യാൻ പറ്റില്ല. ഈ കീ ഇപ്പോൾ ഒരു ലിസ്റ്റ് ആയിട്ടാണ് സേവ് ചെയ്തിരിക്കുന്നത്. ഈ ലിസ്റ്റിന് നമുക്ക് പല ഓപ്പറേഷൻസ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഡിക്ഷണറിയും ലിസ്റ്റും ടപ്പിളും തമ്മിലുള്ള വ്യത്യാസം. ലിസ്റ്റും ടപ്പിളും ഓർഡേർഡ് ആണ്, അതിലൊരു ഇൻഡെക്സ് ഉണ്ടാവും. ഡിക്ഷണറിയിൽ ഓർഡേർഡ് അല്ല, ഇൻഡെക്സ് ഉണ്ടാവില്ല. അപ്പോൾ അതിന് സെപ്പറേറ്റ് നമ്മളൊരു കീ കൊടുക്കണം. കീ കൊടുക്കേണ്ട സിൻടാക്സ് ഇങ്ങനെയാണ്. സിൻടാക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റൂള് എങ്ങനെയാണ് ഒരു ഡിക്ഷണറി ഡിഫൈൻ ചെയ്യുന്നത് എന്നുള്ള റൂളിനെയാണ് സിൻടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇങ്ങനെയാണ്. കേർലി ബ്രേക്കിനുള്ളിൽ കീ കൊടുക്കുക, കോളൻ ഇട്ടിട്ട് വാല്യൂ. ഇത് മ്യൂട്ടബിൾ ആണ്, ചേഞ്ച് വരുത്താൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കിൽ പഠിക്കേണ്ടത്. ലിസ്റ്റ്, ടപ്പിൾ, ഡിക്ഷണറി, ഇത് മൂന്ന് തമ്മിലുള്ള സിമിലാരിറ്റീസും ഡിഫറൻസസും. ഇത് മനസ്സിലായോ? ഇത്രയും ഇപ്പോൾ നമ്മുടെ ഈ ഫസ്റ്റ് മൊഡ്യൂളിന്റെ ഒരു സെക്ഷൻ തീർന്നിരിക്കുകയാണ്. ഒരു സെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പൈത്തൺ ഒരു ലാംഗ്വേജ് ആണ്. ഈ ലാംഗ്വേജിലെ കുറച്ച് വാക്കുകളെയാണ് നമ്മൾ പരിചയപ്പെട്ടത്. എന്താണ് വേരിയബിൾ, എന്താണ് ഓപ്പറേറ്റേഴ്സ്, എന്താണ് ലിസ്റ്റ്, എന്താണ് ടപ്പിൾ, ഡിക്ഷണറി എന്താണ്, സ്ട്രിങ് എന്താണ്, ഇതൊക്കെയാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞത്. അതിൽ കുറേ ഓപ്പറേഷൻസ് ചെയ്യാം, അതെങ്ങനെയാണെന്നാണ് പറഞ്ഞത്. ഇനി അടുത്ത സെക്ഷനിൽ ആണ് നമ്മൾ ഇത് ഉപയോഗിച്ച് ഈ ഈ ഡേറ്റ ടൈപ്പിൽ, അല്ലെങ്കിൽ ഇതിനെ ഒബ്ജക്റ്റ് എന്നാണ് പറയുക. വേരിയബിൾ അല്ലെങ്കിൽ ഇൻറ്റിജർ, ഫ്ലോട്ട്, ഇതിനെയൊക്കെയാണ് നമ്മൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഈ ഒബ്ജക്റ്റിൽ നമ്മൾ പ്രോസസ്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ലോജിക്ക്, ആ ലോജിക്കാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ലോജിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അൽഗോരിതം എഴുതാൻ ഉപയോഗിക്കുന്ന കമ്പോണൻസ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ഡ്രൈവിങ്ങിന് വേണ്ടിയുള്ള ഒരു അൽഗോരിതം ആണെങ്കിൽ, ഇപ്പോൾ ആദ്യം നമ്മൾ പഠിക്കുന്നത് എന്താണ്, ഇപ്പോൾ ഒരു വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, റോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ട്രാഫിക് സിഗ്നൽ എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊക്കെ ആദ്യം പഠിക്കും. അതാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ലിസ്റ്റ്, സ്ട്രിങ്, ഇതൊക്കെ എന്താണെന്ന് പഠിച്ചു. അപ്പോൾ ഇതിൻ്റെ ഡ്രൈവിംഗ് ചെയ്യാനുള്ള വസ്തുക്കളെ നമ്മളൊന്ന് പരിചയപ്പെടുക. ഇപ്പോൾ വെഹിക്കിള്, ഒരു വണ്ടി എന്താണ്, റോഡ് എന്താണ്, ട്രാഫിക് സിഗ്നൽ എന്താണ്, അതൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി ഇതെങ്ങനെ ഡ്രൈവ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഒരു സ്ഥലത്തു നിന്ന് ഒരിടത്തേക്ക് പോകാനാണെങ്കിൽ അത് നമ്മൾ ചെയ്യേണ്ടത് ഗോ സ്ട്രെയിറ്റ്. ഇഫ് ഒരു ട്രാഫിക് സിഗ്നൽ റെഡ് ആണെങ്കിൽ നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്യണം, ഗ്രീൻ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യണം, ഗ്രീൻ ആവുമ്പോൾ പോകണം. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷൻസ് കൊടുക്കാനാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. അതായത് ഇപ്പോൾ ഗോ സ്ട്രെയിറ്റ് അണ്ടിൽ യു സീ എ റെഡ് സിഗ്നൽ, അങ്ങനെ കൊടുക്കുക. അപ്പോൾ ഇഫ് ദ സിഗ്നൽ ഈസ് റെഡ് സ്റ്റോപ്പ്, അങ്ങനെ നമ്മളൊരു ഇത് കൊടുക്കണം, കണ്ടീഷണൽ കൊടുക്കണം. അതൊക്കെയാണ് നമ്മൾ ഇനി പഠിക്കുന്നത്. അതെങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കാം പ്രോഗ്രാമിൽ, അതിനുപയോഗിക്കുന്നതാണ് ഇഫ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം, അത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ വേറൊരു കാര്യം ചെയ്യണം. അങ്ങനെയുള്ളത് തന്നെയാണ് കണ്ടീഷൻസ് എന്ന് പറയുന്നത്. പിന്നെ
ഒരു സെറ്റ് ഓഫ് കാര്യങ്ങൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ അതിനെയാണ് ലൂപ്പ് ഉപയോഗിക്കുക. ഇപ്പോൾ ഒരു കാര്യം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ ലൂപ്പിംഗ് എന്ന് പറയും. അങ്ങനെ 2 തരം ലൂപ്പുണ്ട്, ഫോർ ലൂപ്പും വൈൽ ലൂപ്പും ഉണ്ട്. ഇതാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. ഇഫ് എന്താണ്, ഇഫ് കണ്ടീഷനൊക്കെ എന്താണ്, പിന്നെ ലൂപ്പ്, ഫോർ ലൂപ്പും വൈൽ ലൂപ്പും. ഈ 3 കാര്യങ്ങളാണ് ഇനി നമ്മൾ പഠിക്കാനുള്ളത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇതുവരെയുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇന്നലെയും ഇന്നത്തെയും ക്ലാസ്സുകളിൽ ഇന്നലെ ഇന്നുമായിട്ട് പറഞ്ഞത് സ്ട്രിങ്, ഓപ്പറേറ്റേഴ്സ്, വേരിയബിൾസ്, ലിസ്റ്റ്, ടപ്പിള്, ഡിക്ഷണറി, ഇത്രയും കാര്യങ്ങളാണ്. ഇതെങ്ങനെ ഓരോന്നും എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു, അതിലുള്ള ഓപ്പറേഷൻസ് ഒക്കെ എന്താണ്, അത് മ്യൂട്ടബിൾ ആണോ മ്യൂട്ടബിൾ അല്ലയോ, അതാണ് മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. പിന്നെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലാണെങ്കിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതാണ്. ലിസ്റ്റും ടപ്പിളും തമ്മിലുള്ള വ്യത്യാസം ചോദിച്ചിട്ടുണ്ട്. വാട്ട് ആർ ദ സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ് ബിറ്റ്വീൻ ലിസ്റ്റ് ആൻഡ് ടപ്പിൾ. അതുപോലെ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റേറ്റ്മെന്റ് എക്സ്പ്രഷൻ എന്താണെന്ന് ഉള്ളത് അത് പഠിക്കണം. പിന്നെ അതിന് മുന്നേ പറഞ്ഞത് കമ്പൈലർ, ഇന്റർപ്രറ്റർ തമ്മിലുള്ള വ്യത്യാസം പഠിക്കണം. ഹൈ ലെവൽ ലാംഗ്വേജ്, ലോ ലെവൽ ലാംഗ്വേജ്, മെഷീൻ ലാംഗ്വേജ്, അതൊക്കെ എന്താണെന്നുള്ള കാര്യം പഠിക്കണം. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. എക്സാമിന് ചോദിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് അതൊക്കെയാണ്. പിന്നെ നിങ്ങൾക്ക് ഈ പൈത്തന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉണ്ടോ ആരുടെയെങ്കിലും കയ്യിൽ? ഉണ്ടെങ്കിൽ എനിക്കൊന്ന് സെൻഡ് ചെയ്ത് തരണം. അപ്പോൾ അതിൽ ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കൊക്കെ കുറച്ച് സ്ട്രെസ് ചെയ്ത് പഠിപ്പിക്കാമല്ലോ. നിങ്ങൾ കളക്ട് ചെയ്തിട്ടുണ്ടോ? കഴിഞ്ഞ സെമ്മിൽ ക്ലാസിക്കൽ മെക്കാനിക്സിൻ്റെ ഒക്കെ കളക്ട് ചെയ്ത പോലെ? എന്തോ കേട്ടില്ല. പിന്നെ ഇവിടെ ഒരു സംശയം കണ്ടത്, ചാറ്റിൽ ഒരു സംശയം കണ്ടത്, ഗ്രീഷ്മ ചോദിച്ചത് ലിസ്റ്റിൽ ഇൻസേർട്ടും അപ്പൻഡും ഒരേ ഫംഗ്ഷൻ ആണോ എന്ന്. ആയിരിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ടാണല്ലോ അത് രണ്ടായിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഈ അപ്പൻഡിൽ നമ്മൾ അപ്പൻഡ് കൊടുക്കുമ്പോൾ ലിസ്റ്റിന്റെ ലാസ്റ്റിലേക്കാണ് അത് അപ്പൻഡ് ആവുക. അപ്പോൾ ഒരു ലിസ്റ്റിൽ 3 ഒബ്ജക്ട്സ് ഉണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും അവസാനത്തേക്കായിരിക്കും അത് ആഡ് ആവപ്പെടുക. ഇൻസേർട്ടിൽ നമുക്ക് ചിലപ്പോൾ ഒരു ഇൻഡെക്സ് കൊടുത്തിട്ട് ആ ഇൻഡെക്സിലേക്ക് അപ്പൻഡ് ചെയ്യാൻ പറ്റുമായിരിക്കും. ഒരു ലിസ്റ്റ് ഉണ്ട്, ലിസ്റ്റിൽ 4 എലമെന്റ്സ് ഉണ്ടെങ്കിൽ അപ്പൻഡ് ഉപയോഗിക്കുമ്പോൾ 5ാമത്തെ എലമെന്റ്സ് ലാസ്റ്റ് എലമെന്റ് ആയിട്ട് അല്ലെങ്കിൽ ലാസ്റ്റ് ഒബ്ജക്റ്റ് ആയിട്ടായിരിക്കും അത് ആഡ് ആവുക. ഇൻസേർട്ടിൽ ലാസ്റ്റ് നമുക്ക് എവിടെ വേണമെന്ന് ചൂസ് ചെയ്യാൻ പറ്റുമായിരിക്കണം. നമുക്ക് ഏത് ഇൻഡെക്സിലേക്ക് അതിനെ ആഡ് ചെയ്യണം എന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റണം. അതായിരിക്കും അത് തമ്മിലുള്ള വ്യത്യാസം. അത് റൺ ചെയ്ത് നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ടും പറയാൻ പറ്റുള്ളൂ. പിന്നെ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് അയച്ചു തരണം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇത്രയും നമ്മൾ പഠിച്ചത് വെച്ചിട്ട് ഞാൻ ഒരു എക്സസൈസ് തരികയാണ്. അതായത് റൈറ്റ് എ പ്രോഗ്രാം ടു സോൾവ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം എഴുതണം. അത് എല്ലാവരും എഴുതി നാളത്തെ ക്ലാസ്സിന് മുന്നേ അയച്ചു തരണം. വാട്സപ്പിൽ അയച്ചാൽ മതി. അത് എഴുതിയിട്ട് ഒരു പേപ്പറിൽ എഴുതിയിട്ട് സ്കാൻ ചെയ്ത് ഫോട്ടോ എടുത്ത് അയച്ചാൽ മതി. ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ? റൈറ്റ് എ പ്രോഗ്രാം ടു സോൾവ്
എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അത് പല രീതിയിൽ ചെയ്യാം. നമുക്ക് നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളത്. അതായത് ഇക്വേഷൻ ഇല്ലേ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന -b ± ആ ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്താൽ മതി. അത് ഉപയോഗിക്കാതെ ചെയ്യാം, അത് നമ്മൾ പിന്നെ പഠിക്കും. അതിന് വേറെ അൽഗോരിതം ഒക്കെ ഉണ്ട്. ഈ ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യാം. അപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയതുകൊണ്ട് 2 റൂട്ട് കിട്ടും. ആ 2 റൂട്ടും പ്രിന്റ് ചെയ്യണം. അപ്പോൾ അത് ചെയ്യുമ്പോൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ജനറൽ ഫോം എടുക്കണം. ജനറൽ ഫോം ഇങ്ങനെയാണെന്ന് വിചാരിക്കുക, ax² + bx + c. ഇങ്ങനെയാണെങ്കിൽ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എങ്ങനെ സോൾവ് ചെയ്യാം? അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? എയും ബിയും സിയും ഇൻപുട്ടായിട്ട് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ കോഎഫിഷ്യൻ്റ്, x² കോഎഫിഷ്യൻ്റ്, എക്സിൻ്റെ കോഎഫിഷ്യൻ്റ്, കോൺസ്റ്റന്റ്, ആ മൂന്നും ആദ്യം ഇൻപുട്ടായിട്ട് എടുക്കണം. എന്നിട്ട് അത് വെച്ചിട്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്തിട്ട്, ഇപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയതുകൊണ്ട് 2 റൂട്ട് ഉണ്ടാവും, ആ 2 റൂട്ടും പ്രിന്റ് ചെയ്യണം. പ്രിന്റ് ചെയ്യാനുള്ള കമാൻഡ് കൊടുക്കണം. അങ്ങനെ അത് സോൾവ് ചെയ്യണം. അങ്ങനെ സോൾവ് ചെയ്യാനുള്ള പ്രോഗ്രാം എഴുതിയിട്ട് അതെനിക്ക് അയച്ചു തരണം. അത് ഇന്ന് തന്നെ അയക്കാമല്ലോ. ഇന്നൊരു 9 മണിക്ക് മുന്നേ അയക്കാം. അപ്പോൾ നോക്കിയിട്ട് നമുക്ക് ഇതുവരെ പഠിച്ചതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവാത്തതുണ്ടോ, നിങ്ങൾ മനസ്സിലാക്കിയ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ എനിക്ക് മനസ്സിലാവും. അത് ഇന്ന് തന്നെ അയക്കണം. ഓക്കെ, പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പം എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാനുണ്ടോ ഇതുവരെ ഉള്ളതിൽ?